നിലമ്പൂർ എം.എൽ.എ. പി.വി. അൻവർ പോലീസിനെതിരെ രംഗത്തെത്തിയ അവസരം ശരിക്കും ഉപയോഗിക്കുകയാണ് സ്വർണ്ണക്കടത്തുകാർ. അൻവറിന്റെ വാദങ്ങളെ ന്യായീകരിക്കും വിധത്തിൽ പോലീസിനെതിരായി മൊഴി നൽകാൻ ചിലർ സംഘടിതമായി ശ്രമിച്ചതായാണ് റിപ്പോർട്ട്. ഇതിന് പിന്നിൽ അൻവറിന് തന്നെ ബന്ധമുണ്ടെന്ന ആരോപണങ്ങൾ ശക്തമാണ്. എം.എൽ.എയുടെ ആരോപണങ്ങൾക്ക് പിന്നാലെ സ്വർണ്ണക്കടത്ത് സംഘവുമായി ചേർന്ന് ചിലർ പോലീസിനെതിരെ ഗൂഢാലോചന നടത്തിയെന്നും ഇതിന് ചില പോലീസുകാരുടെ സഹായം ലഭിച്ചെന്നുമുള്ള ഇന്റലിജൻസ് റിപ്പോർട്ട് ആഭ്യന്തര വകുപ്പിന് ലഭിച്ചു കഴിഞ്ഞു. ചില പോലീസുകാരുടെ പേരുകൾ ഉൾപ്പെടെയാണ് ഇന്റലിജൻസ് റിപ്പോർട്ട്. സ്വർണ്ണക്കടത്ത് പിടികൂടുന്നതിൽ വിട്ടുവീഴ്ചയില്ലെന്നും പോലീസിനെ നിർവീര്യമാക്കുന്ന നടപടി ഉണ്ടാകില്ലെന്നും വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് ഈ റിപ്പോർട്ടുകളുടെ കൂടി അടിസ്ഥാനത്തിലാണ്. സേനയ്ക്കെതിരെ നടന്ന നീക്കങ്ങളെല്ലാം കേസെടുത്ത് അന്വേഷിക്കാനും പോലീസിന്റെ ഉന്നതതല യോഗത്തിൽ തീരുമാനമായി. പോലീസ് സ്വർണ്ണക്കടത്ത് കേസിൽ പിടികൂടിയ കാരിയർമാരായ പ്രതികളെയാണ് സ്വർണ്ണക്കടത്ത് സംഘം പോലീസിനെതിരെ മൊഴി നൽകാൻ സമീപിക്കുന്നത്. സ്വർണ്ണ കാരിയർമാർക്ക് പണവും വാഗ്ദാനവും നൽകി. 2 ലക്ഷം രൂപ വരെ വാഗ്ദാനം നൽകിയെന്നാണ് വിവരം. DGP നടത്തുന്ന അന്വേഷണത്തിൽ പോലീസുകാർക്കെതിരെ മൊഴി നൽകാനാണ് ഇക്കൂട്ടർ ശ്രമിക്കുന്നത്. സ്വർണ്ണക്കടത്ത് കേസുകളിൽ അട്ടിമറി ഉണ്ടാക്കുന്നുവെന്ന ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ DGP തല സമിതി അന്വേഷണം നടത്തുന്നുണ്ട്. പിടിച്ച സ്വർണ്ണമല്ല കോടതിയിൽ എത്തുന്നതെന്നും ADGP MR അജിത് കുമാർ അടക്കം പോലീസുകാർ ഇടപെട്ട് സ്വർണം മാറ്റുന്നു എന്നുമായിരുന്നു ആരോപണം. പോലീസുകാർ സ്വർണ്ണക്കടത്ത് പ്രതികളെ സ്വാധീനിച്ചും ഭീഷണിപ്പെടുത്തിയുമാണ് ഇത് ചെയ്യുന്നതെന്നും അൻവർ അടക്കം ആരോപിച്ചിരുന്നു. പിന്നാലെയാണ് വിഷയത്തിലടക്കം DGP തല അന്വേഷണം പ്രഖ്യാപിച്ചത്. DGP നടത്തുന്ന ഈ അന്വേഷണത്തിൽ പോലീസുകാർക്കെതിരെ നിർബന്ധിച്ച് മൊഴി നൽകാൻ കാരിയർമാരെ സ്വർണ്ണക്കടത്തുകാർ സമീപിക്കുന്നുവെന്നാണ് വിവരം. ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നുവെന്ന് കാരിയർമാർ വ്യക്തമാക്കുന്നുണ്ടെങ്കിലും രേഖാമൂലം പരാതി നൽകാൻ തയ്യാറായിട്ടില്ല. സംഭവത്തിൽ ഇന്റലിജൻസ് കൂടുതൽ അന്വേഷണം നടത്തുന്നുണ്ട്. മലപ്പുറത്തെ സ്വർണ്ണക്കടത്തുകാർ താനുമായി ബന്ധം പുലർത്തുന്നവരാണെന്ന് പറഞ്ഞ് നിലമ്പൂർ എം.എൽ.എ. പി.വി. അൻവർ തന്നെ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. സ്വർണം കൊണ്ടുവന്ന ആളുകൾ തെളിവുകൾ തരുന്നില്ല. ADGP ക്രമസമാധാന ചുമതലയിൽ തുടരുന്നതിൽ അവർക്ക് ഭയമുണ്ടെന്നും അൻവർ പറഞ്ഞു. ഇവരുമായി ബന്ധം പുലർത്തുന്നുണ്ടെന്ന് വെളിപ്പെടുത്തുന്നതായിരുന്നു അൻവറിന്റെ വാർത്താ സമ്മേളനം. സ്വർണ്ണക്കള്ളക്കടത്തിലെ പ്രതികളെ മഹത്വവൽക്കരിക്കുന്നുവെന്ന മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയെ ശരിവയ്ക്കുന്ന വിധത്തിലായിരുന്നു നിലമ്പൂർ എം.എൽ.എയുടെ വാക്കുകൾ. സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് പോലീസ് കൊടുത്ത റിപ്പോർട്ടിനെ വിശ്വസിച്ചാണ് മുഖ്യമന്ത്രി പ്രതികളെ മഹത്വവൽക്കരിക്കുന്നതെന്ന് പറഞ്ഞാണ് അൻവർ വാദിച്ചത്. കരിപ്പൂർ വിമാനത്താവളം വഴിയുള്ള സ്വർണ്ണക്കടത്തിനെ കുറിച്ചായിരുന്നു മുഖ്യമന്ത്രി നേരത്തെ പ്രതികരിച്ചത്. എയർപോർട്ടിന്റെ മുന്നിൽ വെച്ചാണ് സ്വർണം പിടികൂടുന്നത്. ഉടനെ കസ്റ്റംസിന് വിവരമറിയിക്കണമെന്നാണ് നിയമം. എന്നാൽ പോലീസ് ആ സ്വർണം പുറത്തേക്ക് കടത്തുകയാണ് ചെയ്തത്. മുഖ്യമന്ത്രി കൊണ്ടോട്ടിയിലെ സ്വർണ്ണ പണിക്കാരനോട് അന്വേഷിച്ചാൽ കാര്യം വ്യക്തമാകും. സ്വർണം കൊണ്ടുവന്ന ആളുകൾ തെളിവുകൾ തരുന്നില്ല. ADGP ക്രമസമാധാന ചുമതലയിൽ തുടരുന്നതിൽ അവർക്ക് ഭയമുണ്ട്. സ്വർണ്ണക്കള്ളക്കടത്തുകാർ നികുതിയാണ് വെട്ടിക്കുന്നത്, അല്ലാതെ കളവ് മുതലല്ല ഇത്. കസ്റ്റംസിന്റെ പണി എന്തിനാണ് പോലീസ് എടുക്കുന്നതെന്നും അൻവർ ചോദിച്ചു. ഇവിടെയാണ് പോലീസിന്റെ കള്ളത്തരം. ഈ പറഞ്ഞ 170ഓളം സ്വർണ്ണക്കള്ളക്കടത്ത് കേസുകളെല്ലാം ഒന്നും നിലനിൽക്കില്ല. P. ശശി മുഖ്യമന്ത്രിയെ തെറ്റിദ്ധരിപ്പിച്ചാണ് അങ്ങനെ പറയിപ്പിച്ചത്. സ്വർണ്ണക്കടത്ത് സംഘങ്ങളിൽ നിന്ന് ശശി പങ്ക് പറ്റുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നുവെന്നും അതുകൊണ്ടാണ് മുഖ്യമന്ത്രി ഇങ്ങനെ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടതെന്നും അൻവർ പറഞ്ഞു. പോലീസിന് എന്തും പിടിക്കാനുള്ള അധികാരമുണ്ട്, എന്നാൽ പ്രതിയെ ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റിന് കൈമാറണം. അതാണ് നിയമം അനുശാസിക്കുന്നതെന്നും അൻവർ പറഞ്ഞു. P.V. അൻവറിന്റെ പ്രസ്താവനയിൽ നിന്നും സ്വർണ്ണക്കടത്തുകാരുമായി തനിക്ക് നിരന്തരം ബന്ധമുണ്ടെന്ന് വ്യക്തമാണ്. കൂടാതെ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് തുരങ്കം വയ്ക്കുന്ന നികുതി വെട്ടിപ്പ് പണിയായിട്ടും അതിനെ നിസാരവൽക്കരിക്കുകയും ചെയ്യുന്നു. ഇത് ഗൗരവകരമായ കാര്യം തന്നെയായി വിലയിരുത്തേണ്ടി വരും. സ്വർണം, മയക്കുമരുന്ന്, കള്ളപ്പണം എന്നിവ കടത്തുന്നത് നാടിനെതിരായ കുറ്റകൃത്യം തന്നെയാണ്. അത് ഒരു വിധത്തിലും അനുവദിക്കില്ല. പരിശോധനകൾ കർശനമാക്കാനും കള്ളക്കടത്തുകാരെ കർശനമായി കൈകാര്യം ചെയ്യാനും പോലീസിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ലെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കിയിരുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ വീഡിയോകൾ ഉടനടി ലഭ്യമാകുന്നതിന് സബ്സ്ക്രൈബ് ബട്ടണിലെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കരുത്.